വന്യജീവി ആക്രമണത്തിൽ വലഞ്ഞ കോന്നി കല്ലേലി നിവാസികൾ. കാട്ടാനശല്യം പതിവായ മേഖലയിൽ ഭയപ്പാടോടെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ കഞ്ഞിപ്പുരയുടെ നെറ്റ് അകത്തോട്ട് തള്ളി കയറാൻ ശ്രമിച്ചതാണ്, പക്ഷെങ്കിൽ കയറാൻ ഒത്തിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് കല്ലേലി എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ചർച്ചിൽ കാട്ടാനിയെത്തി വ്യാപക നാശനഷ്ടമാണ് വരുത്തിയത്. ഒരു ഒറ്റാനി ഭാഗത്തൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട്. അതാദ്യമായിട്ടാണ് പക്ഷേ പള്ളി കോമ്പൗണ്ടിലേക്ക് ഒരു ഇത്രയും നാശനഷ്ടം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ വന്യമൃഗം മാത്രമല്ല, അതുപോലെ കടുവയുടെ പുലിയുടെ ഒക്കെ സാന്നിധ്യ ഭാഗത്തുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്ലാവിൻ്റെ അതുപോലുള്ള മൃഗങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ ഈ പള്ളി മുറ്റത്തൊക്കെ കാണാറുണ്ട്. മറ്റ് പറയുന്ന വന്യമൃഗങ്ങളും പുലിയും കടുവയൊക്കെ ഈ പരിസരത്ത് തന്നെയൊക്കെ ഉണ്ട്. മേഖലയിലെ തോട്ടം തൊഴിലാളികളെയാണ് വന്യജീവി ആക്രമണം ഏറ്റവും അധികം ബാധിക്കുന്നതെന്ന് പഞ്ചായത്ത് അംഗം സിന്ധു പി. കോന്നി കല്ലേലി ഭാഗത്ത് മുഴുവനായും വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. അതിൽ ആനയാണ് ഏറ്റവും അപകടകാരി. ഇപ്പോൾ പകൽ സമയത്ത് പോലും തൊഴിലാളികൾക്ക് ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ആനകൾ കടന്നു വരികയും റബ്ബറുകളെല്ലാം പിഴുത് കളഞ്ഞ് ഭാവിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള തലമുറകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം മരം ഉണ്ടെങ്കിലല്ലേ ജോലിയുള്ളൂ. കേന്ദ്ര സർക്കാർ വനനിയമത്തിൽ ഭേദഗതി വരുത്തി മലയോര ജനതയുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട CPIM-ന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ജനകീയ സമിതികൾ രൂപീകരിച്ച പ്രക്ഷോഭത്തിലാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.